യെരമ്യാവിനോട് ദൈവം പറയുകയാണ്, നിനക്കെതിരെ നിൽക്കുന്നതിനെ, നിനക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനെ അവൻ തകർത്ത് കളയുവാൻ എൻ്റെ കരത്തിലെ വെൺമഴുവാക്കി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുക. അപ്പോൾ കണ്ടോ, ദൈവത്തിൻ്റെ കരത്തിലൊരു വെൺമഴുവുണ്ട്, ദൈവത്തിൻ്റെ കരത്തിലൊരു വില്ലുണ്ട്, ദൈവത്തിൻ്റെ കരത്തിലൊരു വാളുണ്ട്, ദൈവത്തിൻ്റെ കരത്തിൽ പഴയ നിയമത്തിൽ ഏതെല്ലാം ആയുധങ്ങളുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കരത്തിലുണ്ട്. അത് അക്ഷരികമായ ആയുധങ്ങളല്ല. അതാരാണെന്ന് ചോദിച്ചാൽ അവൻ ദൈവപ്രവർത്തിക്കായി ഏൽപ്പിക്കപ്പെടുന്ന ഞാനും നിങ്ങളുമാണ്. ആ ദൈവത്തിന്റെ കരത്തിലെ വില്ല്, ആ ദൈവത്തിന്റെ കരത്തിലെ ഇരുമ്പായുധം, ആ ദൈവത്തിന്റെ കരത്തിലെ അസ്ത്രങ്ങൾ, ആ ദൈവത്തിന്റെ കരത്തിലെ വാളുകൾ നമ്മൾ ഓരോരുത്തരുമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ദൈവമല്ല തകർക്കുന്നത്, നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ നിന്നെ ആയുധമാക്കി ദൈവം തകർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ലോകത്തിന്റെ സിസ്റ്റം അല്ല, ദൈവത്തിന്റെ സിസ്റ്റം. എന്താ ഞാൻ പറയാൻ കാരണം, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ ഉപയോഗിക്കുന്ന, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൂടുതലും ഇവിടെ ഉണ്ടാക്കിയതല്ല. അത് മറ്റ് ഉന്നത രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്ക പോലെ, ഇസ്രായേൽ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങിച്ച ആയുധങ്ങളാണ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്. എല്ലാ രാജ്യത്തിന്റെ കയ്യിൽ അങ്ങനെ. പക്ഷെ ആ സിസ്റ്റം അല്ല ദൈവത്തിന്റെ സിസ്റ്റം. എവിടുന്നെങ്കിലും കൊണ്ടുവരുന്ന, ഇറക്കുമതി ചെയ്യുന്ന ഒരായുധം വെച്ചല്ല നിന്റെ ഭവനത്തെ വിടുവിക്കാൻ പോകുന്നത്, നിന്റെ സഭയെ വിടുവിക്കാൻ പോകുന്നത്, നീ ആയിരിക്കുന്ന പട്ടണത്തെ വിടുവിക്കാൻ പോകുന്നത്. പിന്നെയോ നിന്നെ ഒരായുധമാക്കിക്കൊണ്ട് നിന്റെ ഭവനത്തെ വിജയിപ്പിക്കാൻ എന്റെ ദൈവത്തിന് ഇന്ന് മകൾ പദ്ധതിയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ഇവിടെ വരുന്ന ഏതെങ്കിലും കൃപാവര പ്രാപ്തനിലൂടെ അല്ല, ഇറക്കുമതി ചെയ്യുന്ന ഒരായുധമല്ല ദൈവസഭയുടെ ഉദ്ധാരണത്തിന് കാരണം, നിന്റെ കുടുംബത്തിന് വിടുതലിന് കാരണം. സഹോദരിമാരെ, നിന്നെ അവന്റെ കരത്തിലെ ഒരു വെൺമഴുവാക്കിക്കൊണ്ട്, സഹോദരന്മാരെ നിങ്ങളെ അവന്റെ കയ്യിലെ ഒരു വെൺമഴുവാക്കിക്കൊണ്ട് നിന്റെ കുടുംബത്തെ തകർത്ത് നിന്റെ തലമുറയെ ഛിന്ന ഭിന്നമാക്കി അവരുടെ കുടുംബജീവിതത്തെ ഉടച്ച്